ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കൊമ്പൻ ബസ് ബോംബെയിൽ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷം, അല്ല ഒരുപാട് നാൾക്ക് ശേഷമല്ല, നമ്മളൊരു ഫാമിലി അല്ല ഒരു എന്തോ ഒരു ട്രിപ്പാണ്. എന്തോന്ന് അവരുടെ ഒരു ജോലി സ്ഥലം, ആ ഒരു അവരുടെ ആ മാനേജ്മെൻറ്റ് തീരുമാനിച്ചെടുത്തൊരു ടൂറാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ ഡാർക്ക് പാക്കേജിൽ നിന്നാണ് അത്. നമ്മളെ ബോങ്കോല ചേട്ടൻ്റെ പാക്കേജാണ് ഡാർക്ക് പാക്കേജ്. അപ്പം നമ്മൾ ആ പാക്കേജിലാണ് ഇന്ന് നമ്മൾ ട്രിപ്പ് എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ ബോങ്കോല വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മൾ ബോങ്കോൽ വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോൾ അവൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഫുഡൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി കഴിക്കാം അവൻ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ വണ്ടി ഞാൻ എവിടെ ഇടുമെന്നൊരു സംശയമുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ആ സൈഡിൽ ഇടാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഇത് കയറുമോ സ്കെർട്ട് തട്ടുമോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ വിട്ടുവരായിരുന്നു, നമുക്ക് ലേറ്റായി പോയി. പെട്ടെന്ന് ഇവിടെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സ്കെർട്ട് തട്ടാതിരിക്കാൻ വേണ്ടി. അതായത് ഇവൻ ഇതിന് മുമ്പേ ഇവിടെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ട് വളച്ചൊന്ന് റിവേഴ്സ് എടുക്കാം. ഓക്കെ. ഓ, ഇവിടെ സ്കെർട്ട് തട്ടു, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്നിട്ട് വളച്ചങ്ങ് എടുക്കാം ഗൈസ്. ഇപ്പൊ ഗൈസ്, നമ്മളെ വണ്ടി നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് വളച്ചെടുക്കണം. അവനാണെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവ അകത്ത് നിന്ന് ഫുഡ് കഴിക്കുകയാണ്. എൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വരാൻ പറഞ്ഞേ. നമ്മൾ ഈ ഒരു വീഡിയോ പാർട്ടായിരിക്കും ഇടുന്നത്. ഫസ്റ്റ് പാർട്ടാണ്. ഇനിയും പാർട്ടുകൾ കമ്മിങ് സൂൺ ആയിട്ട് വരും. അപ്പൊ നമുക്ക് വണ്ടി കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചേക്കാട്ടി നന്നായിട്ട് തന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് കയറുന്നുണ്ട്. ഓക്കെ, നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. ഓക്കെ, വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. ഗൈസ്, ഞാനും എന്താ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. നമ്മളെ ബോങ്കോ ചെറുക്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ വണ്ടി പാർക്ക് ചെയ്തു. അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പോയി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. ഇപ്പം ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ബോങ്കോയും ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ട്. എടാ ബോങ്കോ, ബോങ്കോ, ഞാൻ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമൊക്കെ തന്നെ. ഇത് എവിടെയാണ് സ്ഥലം കറക്റ്റ്? അണ്ണാ, ഇവിടുന്ന് നേരെ പോയാൽ മതി അണ്ണാ. ഞാൻ സ്ഥലം പറഞ്ഞുതരാം. അണ്ണ വണ്ടി എടുത്തു. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അണ്ണാ. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അണ്ണ എന്താ സ്ട്രൈറ്റ് അടിച്ച് പോയിക്കോ. ഇവിടുന്ന് നമ്മൾ ആ ഒരു വളവില്ല, ആ ജംഗ്ഷൻ വരെ അണ്ണ വിട്ടടിച്ച് പോയിക്കോ. ഒരു ഫുഡിന്റെ ആരും അവന്റെ അമ്മയിലും ഉണ്ടാക്കണം. അങ്ങനെ വരുള്ളൂ. നല്ല ടേസ്റ്റ് ഇല്ലായിരുന്ന. അപ്പൊ ആ ജംഗ്ഷനിലാണല്ലേ? എനിക്ക് അവിടെ അപ്പുറത്തുള്ള മറ്റേ എന്താണ് അവിടെ ഒരുപാട് ഇതുണ്ടല്ലോ ഓഫീസ്. ഏത് ഓഫീസാണ്? ഓഫീസിന്റെ കറക്റ്റ് പേരെന്ന് പറഞ്ഞാ. അണ്ണ അത് AR-ലോട്ടാണ്. ആ AR അറിയാലോ. ഇവിടുന്ന് റൈറ്റ് അടിച്ച് കയറിയാൽ മതി AR-ലോട്ട്. ഇവിടുന്ന് നേരെ പോയി സ്ട്രൈറ്റ് പോയി റൈറ്റ് അടിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം അണ്ണ. ഇവിടുന്ന് റൈറ്റ് അടിച്ചോ. ഓക്കെ, ഇതോ ആ ഫസ്റ്റ് കാണുന്ന ആ ഒരു കമ്പനിയാണ്. ഇതാ ഇവിടുന്ന് ആ ഫസ്റ്റ് കാണുന്ന കമ്പനിയില്ല, അത് തന്നെയാണ് AR-ന്റെ. ഇത് തന്നെ. കട്ട് ചെയ്ത് കയറിക്കോ. ഓക്കേടാ, ഇവിടുന്ന് കട്ട് ചെയ്ത് കയറിയാ മതിയല്ലേ? നമുക്ക് ഇവിടുന്ന് വളച്ചിടാനല്ലേ അവര് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനകത്തൂടെ പോവാം. അവരൊന്നും കാണാനില്ലല്ലോ, അവർക്ക് അകത്തായിരിക്കൂലേ. നമുക്ക് എന്തായാലും ഗൈസ്, ഇവിടുന്ന് വണ്ടി വളച്ച് ഇപ്പം പറഞ്ഞാണെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് ഇടാം. അപ്പോഴത്തേക്ക് അവര് വരുമായിരിക്കും. ജസ്റ്റ് ഞാൻ എന്താ ഇവിടെ നിന്ന് തട്ടാതെയൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ച് വളച്ചിട്ടിട്ടുണ്ട്. ബോംബെയിൽ ഇപ്പൊ നല്ല ഓട്ടം ഉണ്ട് ഗൈസ് ഇറങ്ങിയ സമയത്ത്. ഓക്കെ, നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവര് വന്നിട്ട് കാണാം. അണ്ണാ, ഇനി അങ്ങ് വിട്ടു പോവാണ്ണ. ലഗേജൊക്കെ അവര് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം കൂടെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വിട്ടടിച്ചു പോവാം. ഇനി അണ്ണ ആരെ പേടിക്കണം. അണ്ണ അങ്ങ് പൊയ്ക്കോ. ഓക്കെ, തട്ടാതെ അങ്ങ് പൊയ്ക്കോ. ഇറങ്ങിക്കോ അണ്ണാ. പിന്നെ പാക്കേജറായിട്ട് ഞാനാണ്. അണ്ണന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നീ ഉള്ളോണ്ട് എന്ത് ബുദ്ധിമുട്ടടാ? നീ ഉള്ളോണ്ട് നമുക്ക് വേണ്ടിയും പറഞ്ഞിരിക്കാൻ ആളായില്ല. പിന്നെ സാലറി ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അക്കൗണ്ടിലോട്ട്. എന്റെ സാലറിയും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നിന്റെ ഞാൻ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ആ അണ്ണ, അത് കിട്ടിയായിരുന്നു അണ്ണ. പിന്നെ അണ്ണനൊരു വണ്ടിയൊക്കെ എടുക്കണ്ടേ അണ്ണ? എപ്പോഴും നീ ഇതേക്കണ് കൊമ്പൻ 1F ജയിക്കൊരു അവരെ വണ്ടി മാത്രം ഓട്ടിക്കാതെ അണ്ണനൊരു വണ്ടി എടുക്കണ്ടേ അണ്ണ? അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാടാ, ടൈം ഉണ്ടല്ലോ. എനിക്ക് എന്നാൽ എൻ്റെ വണ്ടിയും കാട്ടി ഇഷ്ടം ഇതേ കണക്ക് മറ്റുള്ളവരെ വണ്ടി ഓട്ടിക്കാനാണ്. അതാണെങ്കിൽ നല്ല വൈബുമാണ് ഓട്ടിക്കാൻ. അത് നല്ല വൈബാണല്ലോ ഓട്ടിക്കാൻ. സോ നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് ലോഡായിട്ട് വേണം. നമുക്കേ അപ്പുറത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ അങ്ങനെ നൈഫിനെ ചവിട്ടാം. അതാണെങ്കിൽ ഇവരൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്നല്ലേ നിൻ്റെ അടുത്ത് പറഞ്ഞത്. അണ്ണാ, ഫുഡ് എന്തിനാ? ഫുഡ് നമ്മളെ പാക്കേജിൽ ഉണ്ടായിരുന്നല്ലേ, അത് നമുക്ക് അവിടെ നിന്ന് കൊടുത്താൽ പോരെ? നിങ്ങളെ പാക്കേജിലെ ഫുഡല്ലേ, പറയാതിരിക്കണതാണ് നല്ലത്. അല്ല ബ്രെഡും ജാമും ആയിരിക്കും, അത് കഴിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അത്ര ദൂരം നാളെ രാവിലെ തന്നെ വല്ല റെസ്റ്റോറൻറ്റിന് ചവിട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവർ ഫുഡ് വല്ലതും ഇപ്പോൾ കഴിക്കട്ട്. ഇപ്പോൾ നൈറ്റ് 9 മണിയല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 8 മണിക്ക് എടുക്കാന്ന് പറഞ്ഞ ഓട്ടോ 8:30 എടുത്തത്. കുഴപ്പമില്ല, അവർ 9 മണിക്ക് ഫുഡ് കഴിച്ചാൽ അവർക്കൊരു സിനിമ ഇട്ട് കൊടുത്താൽ അവരവിടെ കിടക്കുമല്ലോ. പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഇതേക്കാണ് കാര്യവും പറഞ്ഞങ്ങ് പോവാം. പാട്ടൊന്നും ഇടണ്ട. പാട്ടിട്ടാൽ എനിക്ക് കോൺസെൻട്രേഷൻ പോവും. പിന്നെ അവർക്ക് സിനിമ ഇട്ട് കൊടുത്ത് നമുക്ക് അകത്തെ സ്പീക്കർ അങ്ങ് ഓഫ് ചെയ്യാം. നമുക്കിനി നമ്മളെ ഹോട്ടലെത്തിയിട്ട് കാണാം.
ആണോ ഇതല്ലേ ഹോട്ടൽ ഇവിടെ ചവിട്ടിയാൽ മതിയാണ് നമുക്ക് ഇത് അങ്ങോട്ട് ഇടാണല്ലോ ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ആണ് ആൾക്കാരെയൊക്കെ എന്തായാലും ഇറക്കിയാലും ഉണ്ട് അപ്പൊ നമുക്കിനി അപ്പുറത്തോട്ട് ഇടാണ് ഇവിടെ ഞാൻ തട്ടണം നമുക്ക് സ്കർട്ട് ഇല്ലേ ഇവിടെ തട്ടത്തില്ല നമുക്ക് അപ്പുറത്തോട്ട് ഇടാണ് അതോ അവിടെ ഒരു ലോറിയൊക്കെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ അവിടെ അങ്ങ് ഇടാം എന്നാ നേരെ പോയി അങ്ങ് ഒടിച്ച് മടക്കിയും കിട്ടും അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ഇട്ടേക്കാം അവര് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ നല്ല ടൈം എടുക്കും കാരണം അവർ അത്രയും പേരില്ലേ ഓക്കേടാ, നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എന്തൊക്കെയോ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ അങ്ങ് ഒടിച്ച് മടക്കി അങ്ങ് ഇടാം. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 ഇതിൻ്റെ ബാക്കിൽ നിന്ന് പതുക്കെ വരും. നമുക്ക് പാർട്ട് 2 അതുവരെ സൈനിങ് ഔട്ട്. IP ഫ്ലാവ വ്ളോഗ് സൈനിങ് ഔട്ട്.